കഞ്ഞിയും കപ്പയും യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തേൻ നെല്ലിക്കയാണ്. വയനാടിൻ്റെ തനത് വിഭവമായിട്ടുള്ള തേൻ നെല്ലിക്കയാണ്. വളരെ ഔഷധ ഗുണങ്ങൾ നിറഞ്ഞ ഒന്നാണ് തേൻ നെല്ലിക്ക. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് നെല്ലിക്കകൾ എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്നതും വളരെ രുചികരമായിട്ടുള്ള ഒന്നാണ് തേൻ നെല്ലിക്ക. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ചൂടാക്കി വെക്കാം. അതിലേക്ക് നമുക്ക് ഈ നെല്ലിക്ക ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പുറം തൊലി ഒന്ന് ചിരണ്ടി കളയേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ തേൻ ശരിക്കും ഉള്ളിലേക്ക് നന്നായിട്ട് പെട്ടെന്ന് കയറുകയുള്ളൂ. അപ്പോൾ ഒരുപാട് തിളപ്പിക്കരുത്, അതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, അത് എടുക്കും. ഈ നെല്ലിക്ക നല്ല ഔഷധ ഗുണമുള്ള ഒന്നാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. തേൻ നെല്ലിക്ക അതുപോലെ തന്നെ വളരെ നല്ലതാണ് ആരോഗ്യത്തിന്. മഞ്ഞപ്പിത്തം വരാതെ നോക്കാനും അതുപോലെ തന്നെ കരളിനുണ്ടാകുന്ന ഒരു വിധം പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കാനും അതുപോലെ തന്നെ ചെറുപ്പം നിലനിർത്താനൊക്കെ ഈ തേൻ നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ്. നെല്ലിക്കയിൽ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് ആസ്മ അതുപോലെ തന്നെ ജലദോഷം, ചുമ ഇങ്ങനെയുള്ളതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ ചിരണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് നെല്ലിക്ക എടുത്ത് ഇടുകയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ശരിക്കും തേൻ നെല്ലിക്ക എന്നുള്ളത്. നെല്ലിക്ക വെറുതെ തിന്നാൻ ഇഷ്ടമില്ലാത്തവർക്കും ഈ തേൻ നെല്ലിക്ക വളരെ ഇഷ്ടപ്പെടും. കാരണം ആ തേനിൻ്റെ മധുരവും ഒക്കെ അതിലുണ്ടാവും. നമ്മളിവിടെ ചെറുതേനാണ് എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി ഔഷധമൂല്യം കൂടുതലും നല്ല മധുരവും ഉള്ളത് ചെറുതേനാണ്. അതുകൊണ്ടാണ് ചെറുതേൻ എടുത്തത്. ഇനി വലിയ തേൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ചെറുതേൻ എന്താണെന്ന് പലർക്കും അറിയാമായിരിക്കും. അറിയാത്തവർക്കായിട്ട് ചെറിയ തേനീച്ചയുടെ തേനാണ് ശരിക്കും ചെറുതേൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മൾ തേൻ എടുക്കുമ്പോൾ വലിയ തേനീച്ചയുടെ തേനാണ് നമ്മൾ അധികവും എടുക്കാറ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒന്നാണ് ശരിക്കും തേൻ നെല്ലിക്ക. അപ്പോൾ നമ്മളിത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അടച്ചു വെക്കുന്നു. മിനിമം ഒരു മാസത്തിൽ കൂടുതലെങ്കിലും നമ്മളിതിങ്ങനെ വെക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ ഒരു മാസം മുമ്പ് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ നമ്മളിത് എടുത്ത് നോക്കുകയാണ്. നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം കുറച്ച്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീട്ടിൽ സ്വീറ്റ്സ് പോലെയൊക്കെ ഇടയ്ക്ക് കഴിക്കാവുന്നതാണ്. ആരെങ്കിലുമൊക്കെ വന്നാൽ തന്നെ കൊടുക്കാവുന്ന ഒന്നാണ് ശരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.